അധിനിവേശ ശക്തികളുടെ അടിമകളായി കഴിഞ്ഞിരുന്ന ഇന്ത്യൻ ജനതയെ മോചിപ്പിക്കുന്നതിനു വേണ്ടി നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും പോലെയുള്ള നവോത്ഥാന നായകന്മാരാണ്. മൗലാന മുഹമ്മദ് ഖാസിം നാനൂതവി, മൗലാന അബുൽ ഹസൻ അലി നദ്വി, മൗലാന ഷാഹ് അബ്ദുൽ വഹാബ് അൽ ഖാദിരി തുടങ്ങിയവരൊക്കെയും ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരും ലോക ജനതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരുമാണ്. ദാറുൽ ഉലൂം ദയ്യൂബന്ദ്, ബാഖിയാത്ത് സ്വാലിഹാത്ത് തുടങ്ങിയ മതകലാലയങ്ങൾ ഈ മഹാന്മാരുടെ സൃഷ്ടിയാണ്. കേരളക്കരയിലെ പണ്ഡിത പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ എൻ.എം. ശൈഖുനാ ഉസ്താദിനാൽ സ്ഥാപിതമായ ഹുദൈബിയ പോലെയുള്ള മതകലാലയങ്ങളുടെ സ്ഥാപകർ, ഇവരെല്ലാം മതകലാലയങ്ങളിൽ നിന്നും വളർന്നു വന്ന മാനവിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ മതകലാലയങ്ങളും മാനവിക നന്മയ്ക്ക് വേണ്ടിയല്ലാതെ പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യനെ വിഘടിപ്പിക്കുന്ന, മനുഷ്യത്വത്തെ കാർന്നു തിന്നുന്ന കലാലയങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അവയ്ക്കൊന്നും മതകലാലയങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അവ മനുഷ്യത്വരഹിതരും വിഘടനവാദികളും നിരീശ്വരവാദികളും നാസ്തികരും നടത്തുന്ന തിന്മകളുടെ പ്രസ്ഥാനങ്ങളാണ്. മതകലാലയങ്ങൾ തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികളും നിരീശ്വരവാദികളും മനുഷ്യനിർമ്മിത മതക്കാരും പ്രചരിപ്പിക്കുമ്പോൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മതകലാലയങ്ങൾ മാനവിക നന്മയുടെ കേന്ദ്രങ്ങളാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ.